ഇന്നലെ എൻ്റെ മീൻ കറി എല്ലാം കണ്ടല്ലോ, ഇത്ര സമയം എടുത്തത് കണ്ടില്ലേ. ഞാനപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി തുടങ്ങിയാൽ കിച്ചണിലെ പണി ചെയ്താൽ എന്തായിരിക്കും അവസ്ഥയെന്ന് മനസ്സിലായില്ല. അടുക്കളയിൽ നിന്ന് പിന്നെ ഇറങ്ങൂല. പിന്നീണ്ടല്ലോ എല്ലാ പാരൻസും മക്കളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അമ്മൻ്റെ തലയെ കെട്ടിക്കും അല്ലേ. നിൻ്റെ മോളല്ലേ, നിൻ്റെ മോനല്ലേ, അല്ലെങ്കിൽ അങ്ങനെ വരുള്ളൂ. നിൻ്റെ അതേ സ്വഭാവം ഒന്നും ചെയ്യാത്ത അമ്മേൻ്റെ തലയെ കെട്ടിവയ്ക്കും. ഇപ്പം എൻ്റെ ഇൻസ്റ്റയിൽ റീൽസ് ഇട്ട് വന്നിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ബുക്സ് വായിച്ച് അതിൽ നിന്ന് കണ്ടെത്തിയതാട്ടാ. അച്ഛൻ അങ്ങനെ ഇപ്പോൾ സൂഹിക്കേണ്ട, അച്ഛൻ അങ്ങനെ ഇപ്പോൾ സൂഹിക്കേണ്ട, എല്ലാം അമ്മേൻ്റെ തലയെ കെട്ടിയിക്കേണ്ട. അച്ഛൻ്റെ എന്താണെന്നറിയാം അച്ഛൻ്റെ നിന്ന് കിട്ടേണ്ടത് മക്കൾക്ക്. അച്ഛൻ്റെ നിന്ന് കിട്ടേണ്ടത് സത്യസന്ധതയും അച്ചടക്ക ബോധവുമാണ് അച്ഛൻ്റെ നിന്ന് കിട്ടേണ്ടത്. അതോ അച്ഛൻ്റെ അടുത്ത് നിന്ന് മക്കൾ പഠിക്കുന്നത് എന്താണ്? സത്യസന്ധതയും അച്ചടക്കവും. അമ്മേൻ്റെ എന്താണെന്നറിയോ? അമ്മേൻ്റെ നിന്ന് വിശ്വാസവും ആഴമേറിയ ദയയും, നന്മയിലുള്ള വിശ്വാസവും ആഴമേറിയ ദയയും. ഇതാണ് മക്കൾ പഠിക്കേണ്ടത്. അപ്പോൾ രണ്ടൂട്ടർക്ക് മനസ്സിലായില്ല. അപ്പോൾ മക്കൾ സത്യസന്ധത ഒന്നും കാണിച്ചില്ലെങ്കിൽ പറയുക നിങ്ങളെ സ്വഭാവം. അമ്മമാരുടെ സ്വഭാവം ഇതറിയാമല്ലോ. മക്കൾ ഇത് കാണിച്ചില്ലെങ്കിൽ ഇതാന്ന് പറയുക, മനസ്സിലായ. അപ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വെച്ചിട്ട് വഴക്കിടാവും. പിന്നെ ഇത് എവിടെ നാടെ നീ ഇത് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ പറയുക പിന്നെ ഉദാത്തമായ സന്ദേശങ്ങളെന്നും പറഞ്ഞിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുറിച്ച് അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്നൊരു നോവലുണ്ട്. വിവരണം PV ആൽബിയാണ് അതിനകത്തുണ്ട് കേട്ടോ. ഞാനൊന്നൊരു ബുക്സ് വായിച്ചപ്പോൾ കണ്ടെത്തിയതാണ്. അതിലുണ്ടെന്ന് പറഞ്ഞത്. വേണമെങ്കിൽ യൂട്യൂബിൽ തപ്പി നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറ. അല്ലെങ്കിൽ ഇതെടുത്ത് കൊടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ എടുത്ത് കൊടുക്കട്ടോ. എൻ്റെ ടെലിഗ്രാമിലുണ്ട്. നിങ്ങൾക്ക് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്ക് മെസ്സേജ് അയക്കും. എൻ്റെ ടെലിഗ്രാമിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് പിന്നെ എൻ്റെ ഇതുണ്ട്, ടെലിഗ്രാം ID ഉണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞാൽ അത് കെട്ടിയവൻ്റെ ടെലിഗ്രാം ID കെട്ടിയവനോട് പറഞ്ഞാൽ നിങ്ങൾ അവരോട് ചോദിക്കുന്നു. ഞാൻ നല്ല കൊടുത്താളാണ്. നിങ്ങൾക്ക് പറയാൻ പേടിയാണ് എന്നോട് പറ. എന്നിട്ട് കെട്ടിയവൻ്റെ ടെലിഗ്രാമിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് കെട്ടിയവനെ വിളിച്ചിട്ട് ഞാൻ 10 പറയാം. നിങ്ങൾക്ക് പറയാൻ പേടിയാണ്, ഞാൻ പറയാം. എപ്പോഴും എനിക്ക് ഐഡിയ. എന്തിനാണ് നിങ്ങളിങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ ടോർച്ചർ ചെയ്യണം? പാവമല്ലേ പെണ്ണുങ്ങളോട് ഞാൻ പറയട്ടോ. കെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ആണുങ്ങൾ ഭയങ്കര പാവമാണ്. കെട്ടിക്കഴിഞ്ഞാൽ ആണുങ്ങൾ പാവം, കെട്ടുന്നവരും അവന്മാർ ഭയങ്കര സാധനങ്ങളാണ്. സത്യം. കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങളും അല്ല, ഓൾമോസ്റ്റ് ആൺപിള്ളേരും കെട്ടിക്കഴിഞ്ഞാൽ പാവം. അതുവരെ അവന്മാരെല്ലാം ഉടായിപ്പോണ്ട്. ഇപ്പോഴത്തെ ആൺപിള്ളേരൊക്കെ പാവങ്ങളാണ്. പാവം പിടിച്ച ആൺപിള്ളേരും ഉണ്ട്, ഭയങ്കരമായ ആണുങ്ങളും ഉണ്ട് കേട്ടോ.